കുഞ്ഞുമായി വീട്ടിലെത്തി വേദ. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, പവിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് വേദ തൻ്റെ കുഞ്ഞുമായിട്ട് വീട്ടിലേക്ക് നടന്നു കയറുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് കഴിയുക കേട്ടോ. അതായത് വിക്രമാണെങ്കിൽ ജയിലിലേക്ക് പോവുകയാണ്. 5 വർഷത്തെ ശിക്ഷാ കാലാവധി വിക്രം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ വേദ സ്ഥലം വിട്ടു പോകുന്നതാണല്ലോ കാണാനായിട്ട് കഴിയുക. അതുകൊണ്ട് തന്നെ വേദയെക്കുറിച്ച് വിക്രത്തിനും വിക്രത്തിൻ്റെ വീട്ടുകാർക്കും വേദയുടെ അച്ഛനും അമ്മയ്ക്കും ദീപ്തിക്കൊക്കെ വല്ലാത്ത ആദിയൊക്കെ ഉണ്ട്. ഇവളിത് എവിടെ പോയി കിടക്കുകയാണെന്ന് ശ്രീകാന്ത് ചിന്തിക്കുന്നുണ്ട്. അതിലുപരി ശ്രീകാന്ത് ചിന്തിക്കുന്നുണ്ട് അവൾ വരാത്തത് തന്നെയാണ് ഏറ്റവും നല്ലത്, ഏറ്റവും ഉത്തമമെന്ന്. അതായത് അവൾ വരാതിരുന്നാൽ തനിക്ക് എല്ലാ സ്വത്തും കിട്ടും. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നുമില്ലാതെ എല്ലാം കൈക്കലാക്കി എടുക്കാനായിട്ട് കഴിയുമെന്നൊരു ചിന്ത ശ്രീകാന്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീകാന്ത് വളരെയധികം സന്തോഷത്തിലാണ് എന്ന് കാണാം. അപ്പോഴാണ് അപ്രതീക്ഷിതമായി വേദ സ്വത്തുക്കൾ നേടിയെടുക്കാനായിട്ട് കുഞ്ഞുമായിട്ട് വീട്ടിലേക്ക് നടന്നു കയറുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. വേദയാണെങ്കിൽ നേരെ ആദ്യം തന്നെ വിക്രമിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അതിനെല്ലാം വേദ നല്ല രീതിയിൽ തന്നെ പദ്ധതി മെനഞ്ഞിട്ടുണ്ട് എന്ന് കാണാം. ഏതാണ്ട് വിക്രത്തിൻ്റെ ശിക്ഷാ കാലാവധി തീരാറാകുമ്പോഴാണ് വേദ തിരികെ തൻ്റെ നാട്ടിലേക്ക് നടന്നെത്തുന്നത് എന്ന് കാണാൻ കഴിയും. അപ്പോഴാണെങ്കിൽ എന്ത് പ്രശ്നമുണ്ടായാലും എന്ത് പ്രതിബന്ധമുണ്ടായാലും തൻ്റെ ഭർത്താവുണ്ടാവും തനിക്കൊപ്പം എന്നുള്ളൊരു ചിന്ത വേദയിലുണ്ട്. അതുകൊണ്ടും കൂടിയാണ് വേദ വന്നെത്തുന്നത് എന്ന് കാണാം. അങ്ങനെ വിക്രത്തിൻ്റെ വീട്ടിൽ നിന്നും വേദയുടെ വീട്ടിലേക്ക് തൻ്റെ മുത്തശ്ശൻ പറഞ്ഞതുമാതിരി എല്ലാ സ്വത്തിൻ്റെയും അവകാശം കൈക്കലാക്കാനായിട്ട് പോകുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. ഇതേ സമയം ശ്രീകാന്ത് അവിടെയുണ്ട്. വേദ ഒരു പെൺകുഞ്ഞുമായിട്ട് വരുന്നത് കണ്ട് ശ്രീകാന്താണെങ്കിൽ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. വേദയെ കണ്ടതും നമ്മുടെ ജഡ്ജിയും കൂടാതെ ദീപ്തി അമ്മയൊക്കെ ആണെങ്കിൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. വേദയെ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറ്റി കൊണ്ടുപോകുന്നുണ്ട് എന്നും കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ വേദയാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാനൊന്നും വന്നതല്ല, എൻ്റെ കുഞ്ഞിന് അവകാശപ്പെട്ട സ്വത്ത് നേടിയെടുക്കാൻ വന്നതാണ് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. അപ്പോഴാണ് എല്ലാവരും ആ ഞെട്ടിക്കുന്ന രഹസ്യം അറിയുന്നത്. വേദ ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയാണ്, ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ട് എന്ന്. ശ്രീകാന്തൊക്കെ ആണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. എന്തു ചെയ്യണമെന്നറിയാതെ ശ്രീകാന്ത് ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. വേദയെയും കുഞ്ഞിനെയും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു ശ്രീകാന്തിനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ പ്രേക്ഷകരെ, കൂട്ടുകാരെ.